Hi dear students, let's talk history. നമ്മൾ ആർക്കിയോളജി ഇൻ ഇന്ത്യ ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് പോവുകയാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ എസ് എ ആൻഡ് ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഓൺ ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ടോപ്പിക്കുകളിലേക്ക് പോവാം. നമ്മുടെ ആർക്കിയോളജിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എസ് എ ആൻഡ് ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസിനാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതിൽ എസ് എ ക്വസ്റ്റ്യൻസ് തന്നെ സെയിം ക്വസ്റ്റ്യൻസ് 4 ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസ് വരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണുള്ളത്. അതുകൊണ്ട് എസ് എ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതുവരെ വരാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കാതെ പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷമായി എന്ന് എനിക്കറിയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ 4 ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് പ്രീവിയസ് 4 ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് ഇൻ ആർക്കിയോളജി, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് മെത്തേഡ്. ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിൽ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്. ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിൻ്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് വീഡിയോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് പിൻ ചെയ്യുന്നതായിരിക്കും. ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് കാണാത്തവർ നിർബന്ധമായിട്ടും അത് കണ്ട് പഠിച്ച് തന്നെ പോവുക. നിർബന്ധമായിട്ടും ഡേറ്റിംഗ് മെത്തേഡ്സ് എന്തായാലും എവിടെയെങ്കിലും ചോദിച്ചിരിക്കും. മാക്സിമം അത് എസ് എ ക്വസ്റ്റ്യനിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് വിട്ട് കളയരുത്. ദെൻ എക്സ്കവേഷൻ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് അണ്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ടിൽ 1947, 1947 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഇന്ത്യയുടെ അണ്ടറിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നടത്തിയിട്ടുള്ള എക്സ്കവേഷണൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് മറ്റൊരു ചോദ്യം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. then അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോമിനന്റ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ആൻഷ്യന്റ് കൾച്ചർ. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമുക്ക് ആൻഷ്യന്റ് കൾച്ചറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകത, ആൻഷ്യന്റ് കൾച്ചറുമായിട്ട് അതിന് എന്ത് റിലേഷൻ ആണുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. ദെൻ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്സ് ഡെവലപ്ഡ് ബൈ ന്യൂ ആർക്കിയോളജിസ്റ്റ് ഡ്യൂറിങ് 1960s ആൻഡ് ഹൗ ഡിഡ് ദേ മെറ്റ് വിത്ത് സെവിയർ ക്രിറ്റിസിസം ഡ്യൂറിങ് 1970s. 1960s എങ്ങനെയാണ് ന്യൂ ആർക്കിയോളജിസ്റ്റ് ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതിന് 1970 ആയപ്പോഴത്തേക്കും അവർ കുറച്ച് ക്രിറ്റിസിസം ഫേസ് ചെയ്തു. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പിന്നെ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊസസ്വൽ ആൻഡ് പോസ്റ്റ് പ്രൊസസ്വൽ അപ്രോച്ചസ് ഇൻ ആർക്കിയോളജി. ആർക്കിയോളജിയിലെ പ്രൊസസ്വൽ ആൻഡ് പോസ്റ്റ് പ്രൊസസ്വൽ അപ്രോച്ചുകളിൻ്റെ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്. ഈ പോസ്റ്റ് പ്രൊസസ്വൽ ആൻഡ് പ്രൊസസ്വൽ ആർക്കിയോളജി നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദെൻ 6th one ആണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഗ്രോത്ത് ഓഫ് ആർക്കിയോളജി ഇൻ കേരള വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ എക്സ്കവേഷൻ അറ്റ് പട്ടണം ആൻഡ് എടക്കൽ കേവ്സ്. കേരളത്തിലെ 2 ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള സൈറ്റുകളാണ് എന്ത്, പട്ടണം ആൻഡ് എടക്കൽ കേവ്സ് അല്ലേ. അതിൻ്റെ ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആർക്കിയോളജിക്കൽ ഗ്രോത്ത് എങ്ങനെയായിരുന്നു, അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പട്ടണം ആൻഡ് എടക്കൽ കേവ്സിനെ സ്പെഷ്യൽ റെഫറൻസ് കൊടുത്തിട്ടാണ് പറയുന്നത്. ഈ സ്പെഷ്യൽ റെഫറൻസിന് വേറെ ഏതെങ്കിലും 2 ഹിസ്റ്റോറിക്കൽ സൈറ്റുകൾ ചോദിച്ചേക്കാം. ഇപ്പം എടക്കൽ കേവ്സും പട്ടണവും അല്ലാതെ വേറെ ഏതെങ്കിലും അരികമേടോ ഒക്കെ ചോദിച്ചേക്കാം. കേരളത്തിൽ ഏതെങ്കിലും ചോദിച്ചേക്കാം. അപ്പം നിങ്ങൾ സൈറ്റുകൾ കേരളത്തിലേയും കൂടി കുറച്ച് പ്രിഫറൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഒന്ന് വായിച്ചെങ്കിലും നോക്കിയിട്ട് പോകണം. നെക്സ്റ്റ് വൺ ആണ് ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ്. എസ് എ ക്വസ്റ്റ്യൻസിൻ്റെ അത്രയ്ക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല എങ്കിലും ഒരേ പാറ്റേൺ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പല തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആർക്കിയോളജി റിലേഷൻ വിത്ത് അതർ ഡിസിപ്ലിൻസ്. ആർക്കിയോളജിക്ക് മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള റിലേഷൻ എന്താണ്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. നമ്മളതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറുവാണെങ്കിൽ അതിൻ്റെ
പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിയുടെ പ്ലേലിസ്റ്റിനകത്ത് ഫസ്റ്റ് സിലബസ് മുതൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷൻ വരെ കഴിഞ്ഞു. നമുക്ക് ഇനി തേർഡ് മൊഡ്യൂളാണ് ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ വരെയുള്ള ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ഞാനവിടെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ 1 by 1 ആയിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ കിട്ടും. പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ആർക്കിയോളജിക്ക് മറ്റ് ഡിസിപ്ലിൻസും ആയിട്ടുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു വർഷം. അതുപോലെ തന്നെ ആർക്കിയോളജിക്ക് ഹിസ്റ്ററി, ആന്ത്രോപോളജി, ജിയോളജി ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ആർക്കിയോളജി ആൻഡ് ജിയോളജിയുടെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റണം. അപ്പോൾ അതിനുള്ളത് പഠിച്ചു വെക്കുക. ദെൻ സെക്കൻഡ് വൺ ആണ് ദ റോൾ ഓഫ് സർ വില്യം ജോൺസ് ആൻഡ് ജെയിംസ് പ്രിൻസപ്പ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡോളജി. ഇൻഡോളജിയുടെ ഡെവലപ്മെന്റിന് സർ വില്യം ജോൺസിന്റെയും ജെയിംസ് പ്രിൻസപ്പിന്റെയും റോൾസ് എന്താണ്? ഇത് നമ്മൾ തേർഡ് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ആർക്കിയോളജിയുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സ്, ആർക്കിയോളജി ഇൻ ഇന്ത്യ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തതെന്നുള്ളത് പറയുമ്പോഴാണ് വില്യം ജോൺസിനെയും ജെയിംസ് പ്രിൻസപ്പിനെയും അതുപോലെ തന്നെ അലക്സാണ്ടർ കണ്ണിങ്ങത്തിനെയും ഒക്കെ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ ആരെ വേണമെങ്കിലും ചോദിച്ചേക്കാം. സർ ജോൺ മാർഷൽ, വില്യം ജോൺസ്, ജെയിംസ് പ്രിൻസപ്പ്, അലക്സാണ്ടർ കണ്ണിങ്ങം, ആരെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം എല്ലാവരുടെയും ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ സർ ജോൺ മാർഷൽസ്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ സർ ജോൺ മാർഷൽസ് മെയിൻ കൺസേൺ വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ ആർക്കിയോളജി. ഇന്ത്യൻ ആർക്കിയോളജിയിൽ നമ്മുടെ ജോൺ മാർഷൽ എന്തിനായിരുന്നു കൂടുതൽ കൺസേൺ കൊടുത്തത് എന്നായിരുന്നു ചോദിച്ചത്. പിന്നെ വേറൊരു മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നുണ്ട് ജോൺ മാർഷൽസ് മെയിൻ കോൺട്രിബ്യൂഷൻസ് ടു ഇംപ്രൂവിംഗ് ദ ഫങ്ഷനിങ് ഓഫ് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ASI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷനിങ്ങിന്റെ ഇംപ്രൂവിങ്ങിന് വേണ്ടിയിട്ട് സർ ജോൺ മാർഷൽ എന്തൊക്കെയാണ് ചെയ്തതെന്നാണുള്ളത് ചോദിക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസ്. ഈ പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസ് പല തരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് എസ്സേയിൽ. അതിൽ രണ്ടാമത്തേത് ചാലൂക്യ മോണ്യുമെന്റ്സിലെ ഇമ്പോർട്ടൻസ്, പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ജനറൽ ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ് ആൻഡ് എക്സ്കവേഷൻ റിപ്പോർട്ട്സ്. എക്സ്കവേഷൻ റിപ്പോർട്ട് എഴുതുന്നതിന്റെ ജനറൽ ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്ത് എഴുതാൻ. അരികമേട് ആസ് ആൻ ആൻഷ്യന്റ് പോർട്ട് ടൗൺ ത്രൂ ദ ലെൻസ് ഓഫ് ആർക്കിയോളജി. ആൻഷ്യന്റ് പോർട്ട് ടൗൺ ആയിട്ട് അരികമേട് കാണുവാനുള്ള കാരണം എന്ത്? ആർക്കിയോളജിയിൽ ഇമ്പോർട്ടൻറ്റ് ആൻഷ്യന്റ് പോർട്ടാണ് എന്ത്? അരികമേട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദെൻ ആർട്ടിഫാക്ട്സ് എക്സ്കവേറ്റഡ് ഫ്രം അരികമേട്. അരികമേടിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിഫാക്ട്സിൽ നിന്ന് എങ്ങനെയാണ് ആൻഷ്യന്റ് ട്രേഡ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഇത്രയുമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മറ്റു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഈ ഡൽഹി സുൽത്താൻസിന്റെ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, മേജർ മോണ്യുമെന്റ്സ് ബിൽഡ് ബൈ ഡൽഹി സുൽത്താൻസ്. ഡൽഹി സുൽത്താന്റെ പീരിയഡിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മോണ്യുമെന്റ്സ് ഏതൊക്കെയാണ്? അതിൽ തന്നെ ആർക്കിടെക്ചറൽ ഫോംസ് ഓഫ് ഡെവലപ്മെന്റ്സ് ഈ ഡൽഹി സുൽത്താൻസിന്റെ കാലഘട്ടത്തിൽ ഏതൊക്കെയാണ്? 2 തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡൽഹി സുൽത്താൻസിന്റെ കോൺട്രിബ്യൂഷൻസ്, ആർക്കിയോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ബദാമി, ഐഹോൾ, പട്ടടക്കൽ മോണ്യുമെന്റ്സ്. പട്ടടക്കലിന്റെ നമുക്ക് എന്താണ് എസ്എ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്? ബദാമി, ഐഹോൾ, പട്ടടക്കൽ മോണ്യുമെന്റ്സിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ദെൻ ലിസ്റ്റ് ഔട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വേരിയസ് ഡയറക്ടർ ജനറൽസ് ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASIയുടെ വേരിയസ് പല ഡയറക്ടർ ജനറൽസ് മാറി വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്? ASIക്ക് ഈ ഡയറക്ടർ ജനറൽമാർ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം എല്ലാ ഡയറക്ടർ ജനറൽസിനെയും എടുത്തു വെച്ചിട്ട് അവരെന്തൊക്കെ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എഴുതണം. ദ റോൾ ഓഫ് അലക്സാണ്ടർ കണ്ണിങ്ങം ഇൻ ദ ഫൗണ്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ASIയിലെ നമ്മുടെ അലക്സാണ്ടർ കണ്ണിങ്ങത്തിന്റെ ഡെവലപ്മെന്റൽ ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണ്? ഇത് വളരുവാൻ അലക്സാണ്ടർ കണ്ണിങ്ങം എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എഴുതുക. ദെൻ എയിംസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിന്റെ എയിംസ് ആൻഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ഹിസ്റ്റോറിക് ആൻഡ് ഹിസ്റ്റോറിക് ആർക്കിയോളജി. പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജിയുടെയും ഹിസ്റ്റോറിക് ആർക്കിയോളജിയുടെയും
ഡിഫറൻസസ് എന്താണ്, അത് നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്? എന്താണ് തെളിവുകളില്ല, എവിഡൻസുകൾ, വിത്തൗട്ട് എവിഡൻസ് ആണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഓറൽ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിഫറൻസ് ബിറ്റ്വീൻ ഹോറിസോണ്ടൽ എക്സ്കവേഷൻ ആൻഡ് ഓപ്പൺ ഏരിയ എക്സ്കവേഷൻ. എന്താണ് ഹോറിസോണ്ടൽ എക്സ്കവേഷനും ഓപ്പൺ ഏരിയ എക്സ്കവേഷൻ്റെയും ഡിഫറൻസ് എന്താണ്? ഇതിൽ എക്സ്കവേഷൻ മെത്തേഡ്സിൽ പഠിക്കുന്ന കാര്യമാണ് ഈ ഹോറിസോണ്ടൽ എക്സ്കവേഷൻ, വെർട്ടിക്കൽ എക്സ്കവേഷൻ ആൻഡ് ഓപ്പൺ ഏരിയ എക്സ്കവേഷൻ ഒക്കെ. ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഈ പറയുന്ന എക്സ്കവേഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ്, ദെൻ ആർക്കിയോളജിയുടെ എക്സ്കവേഷൻ്റെ എയിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. പ്ലേ സ്റ്റോറിൽ പോവുക, അതിൽ ഓരോ വീഡിയോസ് എടുത്ത് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുക, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ഏതാണോ അതെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാ ടോപ്പിക്കുകളും പഠിച്ച് തന്നെ പോവുക. ആർക്കിയോളജി ബുദ്ധിമുട്ടാണ് എന്ന് ആരും പറയരുത്, പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, താങ്ക് യു.